സാധാരണ ഗൾഫ് നാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഈന്തപ്പഴം ഇനി തൃശ്ശൂരിലും. കൊടകരയ്ക്കടുത്ത് ആളൂരിലെ ഒരു വീട്ടുമുറ്റത്താണ് ഈന്തപ്പനകൾ നിറഞ്ഞ് കായ്ച്ച് കൗതുകമാകുന്നത്. അപൂർവ കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ മരുഭൂമി പ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഈന്തപ്പഴം ഇനി തൃശ്ശൂരിലും കായ്ച്ചിരിക്കുകയാണ്. കൊടകരയ്ക്കടുത്ത് ആളൂരിലെ പെരേപ്പാടൻ ഷിജോയുടെ വീട്ടുമുറ്റത്താണ് ഈന്തപ്പഴം നിറഞ്ഞു നിൽക്കുന്ന ഈന്തപ്പനകൾ ശ്രദ്ധേയമാകുന്നത്. മഞ്ഞ കലർന്ന നിറത്തിൽ കുലകളായി തൂങ്ങിയിരിക്കുന്ന ഈന്തപ്പഴങ്ങളാണ് വീടിന്റെ മുൻവശത്ത് കൗതുക കാഴ്ചയാകുന്നത്. 6 വർഷം മുമ്പ് മലപ്പുറത്ത് നിന്നാണ് ഷിജോ ഈന്തപ്പന തൈകൾ എത്തിച്ച് നട്ടുപിടിപ്പിച്ചത്. അന്ന് ഒരു തൈക്ക് ഏകദേശം 8000 രൂപ ചെലവായിരുന്നുവെന്ന് ഷിജോ പറയുന്നു. ഞങ്ങൾ ഈ ഈന്തപ്പന കൊണ്ട് നടുന്ന സമയത്ത് അവരോട് പറഞ്ഞിരുന്നത് മണലിടാൻ പറഞ്ഞത്. മണൽ അടിയിൽ കുഴികുത്തിയിട്ട് മണലിട്ട് അതിൻ്റെ മുകളിൽ കരിയില പിന്നെ കുറച്ച് വളം തന്നിരുന്നു അവർ. അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. ചാണപ്പൊടി ഉണ്ടായിരുന്നു അതിനകത്ത്, പിന്നെ എന്തൊക്കെയോ മിക്സ് ചെയ്ത വളങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾ ശരിക്കും ഇട്ടിട്ടുണ്ട്. നല്ല ഒരു ചാക്കോളം ഇട്ട് നിറച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും മണലിട്ടിട്ടാണ് ഇത് ഞങ്ങൾ വെച്ചിരുന്നത്. ഏകദേശം ഇതിൻ്റെ താഴ്ച തന്നെ ഒരു 3 ഫീറ്റോളം താഴ്ചയുണ്ട്. ഇതിന് അടിക്കട താഴ്ച എന്ന് പറയുന്നത് ഇത് നല്ല താഴ്ത്തി വെച്ചിരുന്നത്. കാറ്റത്ത് അങ്ങനെ ചെരിഞ്ഞ് പോയാലെന്ന് പേടിച്ചിട്ട് അതിന് പ്രത്യേകത കാരണം പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്. വളം അടിവളം കൊടുത്തിട്ടുണ്ട് ഇതിന്. 3 അടി താഴ്ചയിൽ കുഴിയെടുത്ത് അതിൽ മണൽ വിരിച്ച് കരിയില, ചാണകം, മറ്റ് ജൈവവളങ്ങൾ എന്നിവ ചേർത്ത ശേഷമാണ് തൈകൾ നട്ടുപിടിപ്പിച്ചത്. അലങ്കാര ആവശ്യത്തോടെയായിരുന്നു വീടിന്റെ മുൻവശത്ത് 8 ഈന്തപ്പനകൾ നട്ടത്. കഴിഞ്ഞ വർഷം ഒരു മരത്തിലാണ് കായ്ച്ചിരുന്നതെങ്കിൽ ഇത്തവണ 2 ഈന്തപ്പനകളിൽ ഫലം ലഭിച്ചു. ചൂടേറിയ കാലാവസ്ഥയിലും പ്രത്യേക പരിപാലനത്തിലൂടെയാണ് ഈന്തപ്പനകൾ ഇവിടെ വളർന്നതെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. വീട്ടുമുറ്റത്ത് ഈന്തപ്പഴം കായ്ച്ചതറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് ഈ അപൂർവ കാഴ്ച കാണാൻ ആളൂരിലേക്ക് എത്തുന്നത്. മീഡിയ ടൈം, ആളൂർ.